ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അരിയുരുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണ് കേട്ടോ അരിയുരുണ്ട. ഞങ്ങൾ മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടികൾക്കും ഏറെ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1.5 ഗ്ലാസ് റേഷൻ അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്യണം. എന്തെന്ന് പറഞ്ഞാൽ റേഷൻ അരി ഒരുപാട് പൊടികളും കല്ലുകളൊക്കെ ഉണ്ട്. അതെല്ലാം കളഞ്ഞ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ വെച്ച് കൊടുക്കരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ നമ്മൾ വറുത്തെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. നല്ലതുപോലെ തന്നെ അരിതെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വേണ്ടത് ഒരു 7-8 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അരി നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ നമുക്ക് ഒരു പിടി നിലക്കടല എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടില്ല. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പെട്ടെന്ന് പോവുകയുള്ളൂ. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തൊലി കളഞ്ഞ് എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ നേരത്തെ മാറ്റി വെച്ച് അരിയും കൂടെ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നിലക്കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. അപ്പം നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയാലോ? അപ്പോൾ വേണ്ട ശർക്കരപ്പാനി ഏകദേശം ഞാൻ വെള്ളം ഒഴിച്ച് ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ശർക്കരപ്പാനി ആക്കരുത്. നന്നായിട്ട് കുറുക്കി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാഷ്നട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതും ഫ്രൈ ചെയ്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മുടെ കയ്യിൽ ക്യാഷ്നട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടാണ് കേട്ടോ ശർക്കരയ്ക്ക്. അപ്പോൾ ശർക്കര നമ്മൾ തേങ്ങയിലോട്ട് നമ്മൾ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിയും നിലക്കടലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. വേണമെങ്കിൽ നെയ്യും കൂടെ ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. എനിക്ക് നെയ്യുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നെയ്യ് ഒരു പരുവത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ചൂട് കുറഞ്ഞതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ചെറിയ ചൂടിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലതുപോലെ പ്രസ് ചെയ്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉരുട്ടാതെ തന്നെ പൊടിയായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പം നല്ലൊരു ഷേപ്പിലൊക്കെ നമ്മൾ എടുക്കണമെങ്കിൽ അത് കുറച്ച് പാടായിരിക്കും. അത്യാവശ്യം നമുക്കിപ്പോൾ കഴിക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഉരുട്ടി എടുത്താൽ മതി. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് നമ്മൾ ഈ അരിയുരുണ്ട തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഗ്ലാസ് കടും ചായയും അരിയുരുണ്ടയും തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ നമ്മുടെ അരിയുരുണ്ട റെഡി ആയിട്ടുണ്ട്. നോക്കിക്കുക, ആ തേങ്ങയും പിന്നെ ഏലക്കയുടെ ഇതെല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഏലക്കയുടെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.